നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ കൂടെയുള്ളത് കാരണം ദയ ഇപ്പൊ കുറച്ച് സന്തോഷത്തിലൊക്കെയാണെന്ന് തോന്നുന്നു. നീ അവളോട് അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് വല്ലതും സംസാരിച്ചിരുന്നു? ഇപ്പോ അതൊന്നും സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അച്ഛൻ. ആദ്യം ദയ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. നല്ലൊരു കൗൺസിലിംഗ് ലഭിച്ചാലേ അവൾക്ക് പഴയ രീതിയിലേക്ക് മാറാൻ കഴിയുമെന്നാ എനിക്ക് തോന്നുന്നത്. അത്യാവശ്യമാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ടല്ലേ പറ്റൂ. എന്തായാലും അതുടനെ വേണ്ട. സത്യന്റെ കല്യാണമൊക്കെ അടുത്തു വരില്ലേ. നമുക്കെല്ലാവർക്കും അവന്റെ കല്യാണത്തിൽ പങ്കെടുക്കണം. ചിലപ്പോ എല്ലാവരെയും അടുത്ത് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ ദയയുടെ മനസ്സും മാറിക്കൂടുന്നില്ലല്ലോ. ഞാനും അത് ആലോചിച്ചതാ അച്ഛൻ. സന്തോഷത്തോടെ ദയക്ക് ആ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയ എല്ലാം കലങ്ങി തെളിയുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അല്ല വിനയ, സത്യൻ കല്യാണത്തിന് ക്ഷണിച്ചപ്പോ നീ വലിയ ആവേശത്തിൽ വരൂന്നൊക്കെ സമ്മതിച്ചാണല്ലോ. എന്നിട്ട് നിനക്ക് എന്താ പറ്റിയതിപ്പോ? നിന്റെ ഈ ഇരിപ്പ് കാണുമ്പോ എവിടെയും പോകാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. ഞാൻ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളേ. എന്റെ ഏട്ടാ, കല്യാണം നാളെയല്ലേ? ഇന്ന് മഞ്ഞൾ കല്യാണമൊക്കെ അല്ലേ? പിന്നെ വിനയൻ താലികെട്ടിന് പോയാ മതിയെന്ന് വിചാരിച്ചു കാണും. അതിന് വിനയം മാത്രമല്ലല്ലോ, നമ്മളും പോകുന്നില്ലേ? സത്യം മാത്രമല്ല, സച്ചി സാറ് ഇവിടെ വിളിച്ചു മകളുടെ കല്യാണം ക്ഷണിച്ചതല്ലേ. വിനയൻ ഇന്ന് തന്നെ പോണെന്നാ എന്റെ അഭിപ്രായം. ആനന്ദമാഷ് ഉൾപ്പെടെ എല്ലാരും കാണും. നീ മാത്രം അവിടുന്ന് മാറി നിന്നാലേ അത് നിന്റെ പോരായ്മയായിട്ടേ എല്ലാരും കാണും. അതിനിട കൊടുക്കരുത് വിനയ. നിന്റെ ഈ മാറ്റം എല്ലാവരും കാണണം, എല്ലാവരും അറിയണം. അതെ മോനെ, അനന്തമാഷിനെ ഒന്ന് നേരിട്ട് കാണാൻ നീ എത്ര നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതൊരവസരം. എന്റെ മോൻ ഇന്ന് തന്നെ പോയി ആ ചടങ്ങിൽ പങ്കെടുക്കണം. ഇത് വെറുമൊരു പരീക്ഷണം മാത്രമായി പോവാന്ന അമ്മ എന്റെ പേടി. ഇതുവരെ എല്ലാവരും ഒരുമിച്ചുള്ളപ്പോ തലകുനിച്ചിറങ്ങി വരേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൂടി ആയാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് ഫംഗ്ഷന് പോവാതിരിക്കുന്നതാവും നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോനെ. നീയേ ചീരുവിനെയും മക്കളെയൊന്നും കാണാനല്ലല്ലോ പോകുന്നത്. വരന്റെയും വധുവിന്റെയും വീട്ടിൽ നിന്ന് ക്ഷണം കിട്ടിയ കല്യാണത്തിൽ പങ്കെടുക്കാനാ. അവിടെ എല്ലാവർക്കും കിട്ടുന്ന അതേ സ്വീകരണവും സ്ഥാനവും നിനക്കും കിട്ടും. പഴയതുപോലെ ഒരു അവസരം കിട്ടിയ നിലവിട്ട് പെരുമാറുന്ന രീതിയൊന്നും നിനക്കിപ്പോ ഇല്ലാത്തതുകൊണ്ട് നീ നല്ല രീതിയിൽ തന്നെ അവിടെ വിലയിരുത്തപ്പെടുന്ന എന്റെ വിശ്വാസം. എന്റെയും പ്രതീക്ഷ അതുതന്നെയാ വിനയ. അവിടെ എല്ലാവരും നിന്നെ അംഗീകരിക്കും. അത് കാണുമ്പോ നിന്നെ തറവാട്ടിൽ വെച്ച് അവഗണിച്ചതിന് ചീരുവായിരിക്കും തല കുനിക്കേണ്ടി വരുന്നത്. ഏയ്, അവളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അങ്ങനെ പറഞ്ഞാ ഞാൻ മാറിയിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ ചീരുവിനോട് ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോ അവൾ ഇനിയും എന്നെ അവഗണിക്കണം, ആട്ടി ഇറക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവൾ എന്നോട് ക്ഷമിക്കുകയും എൻ്റെ കൂടെ ഇറങ്ങി വരികയൊന്നും വേണ്ട. ചീരു എന്നെ പൂർണ്ണമായി വിശ്വസിച്ച് കറകളഞ്ഞ മനസ്സോടെ മക്കളെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണം. അതിനുവേണ്ടി എന്തൊക്കെ സഹിക്കാനും എത്ര കാലം വരെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്.
ഇതൊക്കെ നിന്റെ മനസ്സിലെ ചിന്തകളാ വിനയ. അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ നീ ആഗ്രഹിച്ച ജോലി നിനക്ക് കിട്ടണമെങ്കിൽ ആ കേസ് പിൻവലിച്ച് കിട്ടണ്ടേ? അത് വേണം. അക്കാര്യം ചിലപ്പോ ദാസാറും രഘുവേട്ടനും അച്ഛനോട് സംസാരിക്കുമായിരിക്കും. പിന്നെ കേസ് പിൻവലിക്കുന്നതുകൊണ്ട് ജീവൻ രാജൻ രക്ഷപ്പെടുമല്ലോ. അവനോട് ക്ഷമിക്കാനുള്ള മനസ്സ് മഞ്ചാടി കാണിക്കുമെന്നൊക്കെയാ പറഞ്ഞു കേൾക്കുന്നത്. എങ്കിൽ അനന്തം മാഷും അതിന് തയ്യാറാവും. റാങ്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയെ ഓർത്തെങ്കിലും മാഷ് കഴിഞ്ഞതൊക്കെ പോട്ടേന്ന് വെക്കും വിനയ. ആ, മൊത്തത്തിൽ നോക്കുമ്പോ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുമെന്നാണ് എനിക്കും തോന്നുന്നത്. അതിനിടയിൽ ഞാൻ അങ്ങോട്ട് പോയി അവർക്കിടയിൽ ഒരു അപ്രീതിക്ക് കാരണമാവുമെന്നാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട് ഇപ്പോ. നീ എല്ലാത്തിലും സജീവമായിട്ട് പങ്കെടുത്ത അതിന്റെ ഒരു മതിപ്പ് നിന്നോട് എല്ലാവർക്കും ഉണ്ടാകും വിനയ. ശരി, അമ്മയ്ക്കും മാമനും ഞാൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്നാണ് തോന്നുന്നതെങ്കിൽ ഞാൻ പോവാം. എന്നാ പിന്നെ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങാൻ നോക്ക് വിനയ. അവിടെ ഇപ്പൊ എല്ലാരും എത്തിക്കാണും. ശരി. ആ, അമ്മയും മാമനും നാളെ താലികെട്ടിന് മുമ്പ് അങ്ങ് എത്തിക്കണം. ഓ, ഞങ്ങൾ എത്തിയേക്കാം. നീ പെട്ടെന്ന് റെഡിയാ. ശരി. ചെല്ലു മോനെ. വാ മോനെ. വാ വാസുദാ വാ.